ലോൺ ആപ്പിന്റെ ഭീഷണിയിൽ സഹികെട്ട വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നാലെയാണ് മറ്റൊരു യുവാവിന്റെ തിരോധാന വാർത്ത മലയാളികൾ കേട്ടത്. കോഴിക്കോട് വടകര ആയഞ്ചേരി സ്വദേശിയായ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി നടക്കവെയാണ് ഇന്ന് ഒരാഴ്ച നീണ്ട അന്വേഷണത്തിനൊടുവിൽ വിഷ്ണുവിനെ കണ്ടെത്തിയത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടെന്ന വിവരം വീട്ടുകാരെ വിളിച്ചറിയിച്ചത് വിഷ്ണു തന്നെയാണ്. ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്നാണ് കോഴിക്കോട് വടകര ആയഞ്ചേരി സ്വദേശിയായ വിഷ്ണു നാടുവിടാൻ തീരുമാനിച്ചത്. ബാങ്കിൽ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വിഷ്ണുവിനെ പിന്നീട് കാണാനില്ല എന്ന വാർത്തയാണ് പുറത്തുവന്നത്. ഇക്കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു വിഷ്ണുവിനെ കാണാതായത്. സുഹൃത്തിനൊപ്പം സംസാരിച്ചു നിന്ന വിഷ്ണുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നിരുന്നതായും അതിനുശേഷം വിഷ്ണു പരിഭ്രാന്തിയിലായിരുന്നതായും സുഹൃത്ത് മൊഴിയും നൽകിയിരുന്നു. വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണം അത്രയും. എന്നാൽ 8-ാം ദിവസമായ ഇന്ന് വിഷ്ണു തന്നെയാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യവേ സഹയാത്രികന്റെ ഫോണിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വിളിച്ച ശേഷം താൻ ഇവിടെയുണ്ട് എന്ന വിവരം പങ്കുവച്ചത്. അതേസമയം വിഷ്ണുവിന്റെ തിരോധാനത്തിന് പിന്നിൽ ലോൺ ആപ്പ് അല്ല, മറ്റ് സാമ്പത്തിക ബാധ്യതകളാണെന്നാണ് പോലീസ് പറയുന്നത്. വിഷ്ണുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. വിഷ്ണുവിന്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പോലീസ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തും. ഒളിവിൽ കഴിഞ്ഞ സമയം വിഷ്ണു ആരോടെല്ലാം സംസാരിച്ചിരുന്നു എന്ന കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കും. 10,000 രൂപയാണ് 25-കാരനായ വിഷ്ണു ലോൺ ആപ്പിൽ നിന്നും വായ്പ എടുത്തത്. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ച് ലോൺ ആപ്പ് മാഫിയ സംഘത്തിലുള്ളവർ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബം പറയുന്നത്. ഇക്കഴിഞ്ഞ 13-നായിരുന്നു ആയഞ്ചേരി സ്വദേശിയായ വിഷ്ണുവിനെ കാണാതായത്. 65,000 രൂപ ലോൺ എടുത്തിരുന്നുവെന്നും തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായെന്നുമാണ് വിഷ്ണു സഹോദരങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മയോട് വിഷമിക്കേണ്ട എന്ന് പറയണമെന്നും പ്രശ്നമൊന്നുമില്ലെന്നുമായിരുന്നു തിരോധാനത്തിന് തൊട്ടു മുൻപ് വിഷ്ണു അയച്ച അവസാന സന്ദേശം. കാസർഗോഡ് ബേക്കലിലാണ് വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ എന്ന് അപ്പോഴേക്കും പോലീസ് കണ്ടെത്തുകയും ചെയ്തതാണ്. കാര്യങ്ങളിൽ വ്യക്തത വരുത്താത്തത് കൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം.